എന്ന് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെരിച്ചൊക്കെ പഠിക്കുന്നത് കുറച്ച് പല പിള്ളേരും അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. അല്ല അപ്പൊ ഈ നമ്മളിപ്പോ സ്കൂളിലാണെങ്കിലും ചിലപ്പോൾ ബാല്യപാഠങ്ങളൊക്കെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇനി ഇത് വേണ്ടെന്ന് വെച്ചാൽ നിവൃത്തിയല്ലോ, പഠിച്ചു പോകുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്കൊരു പക്ഷെ ഒരു ഓർമ്മ വെച്ചൊരു സമയമായപ്പോഴത്തേക്കും ഞാൻ വയലിൻ വായിക്കും, വായിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് ആ ഇൻട്രസ്റ്റ് അപ്പൊ തന്നെ കിട്ടി. അതെ. അപ്പൊ നമ്മളൊരു മ്യൂസിക്കുമായിട്ട് നമുക്കൊരു കണക്റ്റഡ് ആയി, കേൾക്കും, എന്ത് കേട്ടാലും വായിക്കാന്നൊരു സ്ഥിതിയിലേക്ക് അപ്പൊ തന്നെ എത്തിയ. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ എനിക്ക് നമ്മളിങ്ങനെ ഒരു എവിടെയാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു സംഗതികളുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സൊക്കെ, അപ്പോൾ അതുപോലെ എനിക്ക് ഞാൻ പഠിച്ച സ്കൂളുകളിലും അത് കഴിഞ്ഞ് ഹൈസ്കൂളാണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും ഈവൻ എഞ്ചിനീയറിംഗ് വരുമ്പോഴും ഒക്കെ എനിക്കെപ്പോഴും ഒരു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ എല്ലാ സ്ഥലത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ആകത്തുകയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു ചെറിയ കാലഘട്ടങ്ങളിൽ ഇഷ്ടംപോലെ സ്റ്റേജുകൾ കിട്ടിയതുകൊണ്ട് നമുക്ക് ആ ഒരു വയലിൻ്റെ അല്ല, ഞാനൊരു 6th ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വോക്കൽ കൂടി പഠിക്കാൻ തുടങ്ങി. എൻ്റെ ശബ്ദമൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങി ശ്രീനിവാസൻ സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് സ്റ്റാൻഡേർഡിലാണ് വോക്കൽ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സമയത്താണ്.